ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം. ബനാന കേക്ക്. കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം പഞ്ചസാര കരിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇത് പതഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും തീ ഓൺ ചെയ്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കണം. കട്ടകളെല്ലാം അലിയുന്നതുവരെ ഇളക്കണം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി നമുക്ക് മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിനെ ഒരു അരിപ്പയിലേക്ക് എടുത്ത് നന്നായി അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചാൽ മതിയാകും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുക്കുക. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരുന്ന പഞ്ചസാര കൂടി ചേർത്ത് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇനി ലോ സ്പീഡിൽ ഓയിൽ ഒന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് 400 ഗ്രാം പഴമെടുത്ത് അരച്ചെടുക്കുക. ഇവിടെ ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തത്. ഇതിന് പകരം ഏത്തപ്പഴമായാലും മതി. ഇനി അരച്ച പഴം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി 2 പിടി കാഷ്യൂ നട്ട്സ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുക്കുക. ഇത് കേക്കിന്റെ മിക്സിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദ 2-3 പ്രാവശ്യമായി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇവിടെ ഞാൻ 1 കിലോ കേക്കാണ് ചെയ്യുന്നത്. 1/2 കിലോ കേക്ക് മതിയെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിന്റെ പകുതി മതി. ഞാനിവിടെ 10 ഇഞ്ചിന്റെ കേക്ക് ട്രേ ആണ് എടുത്തത്. 1/2 കിലോ ആണെങ്കിൽ 8 ഇഞ്ചിന്റെ കേക്ക് ട്രേ മതിയാകും. ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് കേക്കിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ്. അതിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കുറച്ച് നട്ട്സ് എടുത്ത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടില്ല. അരമണിക്കൂറിന് ശേഷം വീണ്ടും നോക്കാം. ഇപ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിട്ടില്ല, കേക്ക് വെന്തിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം. 1/2 കിലോ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ 50 മിനിറ്റ് മതിയാകും. നല്ല സോഫ്റ്റ് കേക്കാണിത്. എത്ര കഴിച്ചാലും മതി വരില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണേ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലവ് യു ഓൾ. താങ്ക് യു.